സ്മിത, ഇവിടെ കനത്ത മഴ പെയ്യുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഉച്ചയായപ്പോൾ ആ ഇടവേളകളുടെ ദൈർഘ്യം കുറഞ്ഞ് തുടർച്ചയായി വലിയ മഴ പെയ്യുകയാണ്. നമ്മളൊക്കെ നിൽക്കുന്ന ഈ ഭാഗം ഈ താൽക്കാലികമായി ഒരു പന്തൽ പോലെ മാധ്യമപ്രവർത്തകർക്ക് നിൽക്കാനൊക്കെ തയ്യാറാക്കിയതാണ്. അതൊക്കെ ചോർന്നൊലിക്കുകയാണ്. ആകെ നനഞ്ഞു കുളിച്ച എല്ലാവരും എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആ മഴയൊക്കെ അതിൻ്റെ വെള്ളത്തുള്ളിയെ അതിൻ്റെ തീവ്രതയൊക്കെ അതിജീവിച്ച് ഈ നാളുകളിൽ VS-നെ കാണാൻ വേണ്ടി പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക ഒരു വിടചൊല്ലൽ എന്ന നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഈ പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി അംഗങ്ങൾ അവർക്കൊക്കെ വേണ്ടി VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഒരു ക്രമീകരണം എന്ന നിലയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഈ ചടങ്ങ് വളരെ ഹ്രസ്വ ചടങ്ങാക്കി തയ്യാറാക്കിയിരുന്നത്. പക്ഷേ VS-നെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് എന്നറിഞ്ഞതോടുകൂടി ഇവിടേക്ക് ആളുകൾ എത്തി തുടങ്ങി. അതിന് രണ്ട് കാരണമുണ്ട് സ്മിത. ഒന്ന്, അതിൽ വേലിക്കകത്ത് വീട്ടിലും ഇത്രയും ആളുകൾ എത്തി, ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഇത്രയും ആളുകൾ എത്തി. അതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഈ രണ്ടും VS-മായി ബന്ധപ്പെട്ട് കിടക്കുന്ന VS-ന് വൈകാരിക അടുപ്പമുള്ള രണ്ട് സ്ഥലങ്ങളാണ്. ഇപ്പോൾ വേലിക്കകത്ത് വീട് നമുക്കറിയാം, VS അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അങ്ങനെ ഒട്ടും മങ്ങാതെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ആലപ്പുഴ സമ്മേളന കാലത്ത് പാർട്ടിയോട് കലഹിച്ച് അദ്ദേഹം സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്കാണ് പോയത്. ആ വീട്ടിൽ അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു, ആരോടും സംസാരിക്കാതെ. പിന്നീട് നേതാക്കളൊക്കെ പോയി അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ VS-ന്റെ മനസ്സിലെ കടലിരമ്പത്തിൻ്റെ ശബ്ദം കേട്ട ആ വീടിൻ്റെ ചുമരുകളാണ് അവിടെ ഉള്ളത്. VS-ന്റെ ആലോചനകളിൽ നിന്നുയരുന്ന ദീർഘനിശ്വാസം കേട്ട ചുമരുകളാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീടാണ്. അതുകൊണ്ട് അവിടെ VS-ന്റെ ഭൗതിക ശരീരം അവിടെ പോയി കാണാൻ ആളുകൾ വൈകാരികമായി ആഗ്രഹിച്ചു പോകും. അതാണ് ഇന്ന് അവിടെ എത്തിയ പതിനായിരങ്ങളുടെ കാഴ്ച. ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലും മറിച്ചല്ല കാഴ്ച. കാരണം ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ VS ഇവിടെ ജില്ലാ സെക്രട്ടറി, ആദ്യത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സഖാവ് കൃഷ്ണപിള്ള എന്ന്. VS-ന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാവുന്നയാളാണ് സഖാവ് P. കൃഷ്ണപിള്ള. അദ്ദേഹമാണ് പാർട്ടി മെമ്പർഷിപ്പ് VS-ന് കൊടുത്തത്. അപ്പോൾ ആ കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന കൃഷ്ണപിള്ള സ്മാരക മന്ദിരമാണിത്. അവിടെയാണ് VS ഇപ്പോൾ അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിക്കാനായി, അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാനായി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ കൃഷ്ണപിള്ളയോടും VS-നോടും AKജിയോടും ഒക്കെ വലിയ ഒരു അടുപ്പമുള്ള, മാനസിക അടുപ്പമുള്ള അത്തരം സ്വഭാവത്തോടെ അല്ലെങ്കിൽ ഈ നേതാക്കളെയൊക്കെ കാണുന്ന ആളുകൾക്ക് അതൊരു വൈകാരിക നിമിഷം കൂടിയാണ് ഇവിടെ വന്ന് VS-നെ കാണുക എന്നുള്ളത്. ഞങ്ങൾ കൃഷ്ണപിള്ള സ്മാരകത്തിൽ പോയി VS-നെ കണ്ടു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് ആളുകൾ എത്തുന്നത്. വലിയ ചുടുകാട്ടിലെ സംസ്കാര ചടങ്ങിലും ഇതിലെ കാഴ്ച തന്നെയായിരിക്കും നമ്മൾ കാണുക. അത് പുന്നപ്ര വയലാറിലെ ധീര രക്തസാക്ഷികളുടെ ഒരിക്കലും നശിക്കാത്ത ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണ് വലിയ ചുടുകാട്. അവിടേക്കാണ് VS ഇനി റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിന് ശേഷം പോകുന്നത്. അപ്പോൾ അവിടെയും ഈ കാഴ്ചകൾ തന്നെ നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ VS ഈ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ തുടർച്ച അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ, VS തുടങ്ങി വെച്ച പോരാട്ടങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ കാത്തു നിൽക്കുന്ന ഈ പറയുന്ന അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇനി ബാക്കിയുള്ളത്. അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഇനി തുടരുന്നത് ഇവരിലൂടെ ആയിരിക്കും എന്ന് നമുക്ക് കരുതാം, അങ്ങനെ പ്രതീക്ഷിക്കാം. കാരണം പോരാട്ടം എന്നത് അവസാനിക്കുന്നതല്ല, അതിന് തുടർച്ചയുണ്ടാകണം. ആ തുടർച്ചയാണ് നമ്മൾ ഈ കാണുന്ന ഈ അദ്ദേഹത്തിനെ അവസാനമായി കാണാൻ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ണേ കരളെ VS-എ, ഞങ്ങളുടെ ഉള്ളിലെ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം മുഴക്കുന്നവർ ആ VS-ന്റെ പോരാട്ടം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പിൻഗാമികളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പോൾ അവരാണ് ഈ പറയുന്ന ഈ ചെറിയ ഓഫീസ് മുറിയുടെ അല്ലെങ്കിൽ അതിന് മുന്നിൽ തയ്യാറാക്കിയ ചെറിയ പന്തലിനുള്ളിൽ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ റെഡ് സല്യൂട്ട് കൊമറേഡ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ആ പോരാട്ടം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ അവരുടെ ഇടയിലൂടെ അങ്ങനെ പെട്ടെന്ന് പറിച്ചെറിഞ്ഞ് VS-നെ എവിടുന്ന് കൊണ്ടുപോകാനും കഴിയില്ല. ഇപ്പോൾ സമയം ഏതാണ്ട് 3:30 കഴിഞ്ഞിരിക്കുന്നു. റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് VS-നെ എത്തിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞതാണ്. പക്ഷേ അതിലൊക്കെ മണിക്കൂറുകൾ കഴിയുമ്പോഴും VS-നെ കാണാനായി ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല. ആ റോഡിലൊക്കെ ഉണ്ടായിരുന്നവരിൽ കുറേ ആളുകളെങ്കിലും ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന ഈ ജില്ലാ കമ്മിറ്റി
ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു. അവർ റീത്തുകളും ഒക്കെയായി, പുഷ്പങ്ങളും ഒക്കെയായി അവരിങ്ങനെ വരി നിന്ന് മുന്നോട്ട് നീങ്ങുകയാണ് പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ. അധിക സമയം എന്തായാലും അങ്ങനെ വല്ലാതെ ഇവിടെ ഈ പൊതുദർശനം നീണ്ടുപോകില്ല എന്നുറപ്പാണ്. കാരണം റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം ഇനി വൈകാൻ കഴിയില്ല. കാരണം തുടർച്ചയായി വലിയ മഴ പെയ്യുകയാണ്. മഴ പെയ്താൽ അത് വെള്ളക്കെട്ടാണ് അവിടെ. അപ്പോൾ ആ വെള്ളക്കെട്ടിൻ്റെ അപകടം കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഭീഷണി കൂടി ഉള്ളതുകൊണ്ട് അത് വല്ലാതെ വൈകുന്നത് കാര്യങ്ങളാകെ ബാധിക്കും. അത് ഒഴിവാക്കാനുള്ള നടപടികൾ കുറച്ച് വേഗത്തിൽ ഇതൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. രാത്രി കുറച്ച് വൈകി സംസ്കാര ചടങ്ങ് വൈകാൻ തന്നെയാണ് സാധ്യത. രാത്രിയിലേക്ക് നീണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോഴത്തെ നിലയിൽ അത് സാധ്യത. എന്തായാലും VS-ന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആലപ്പുഴ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാർട്ടി ഓഫീസ്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കൾ, അദ്ദേഹത്തിൻ്റെ PB-യിലും CC-യിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും അദ്ദേഹത്തിനോടൊപ്പം മന്ത്രിസഭയിലും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഖാക്കൾ, സഹപ്രവർത്തകർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അവരുടെ സ്നേഹോഷ്മളമായ അല്ലെങ്കിൽ വികാരനിർഭരമായ യാത്രാമൊഴി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കേരളത്തിൻ്റെ വിപ്ലവ നായകൻ, കേരളത്തിൻ്റെ സമര പോരാളി, കേരളത്തിന് ഒരേ ഒരു സമര നായകനേ ഉള്ളൂ, ആ സമര പോരാളി ഇതാ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് ഇങ്ങനെ പതിയെ വലിയ ചുടുകാട്ടിലെ ആ ഓർമ്മകൾ ഉറങ്ങുന്ന, പുന്നപ്പുറ വയലാർ ഓർമ്മകൾ നിലനിൽക്കുന്ന, വീരരക്തസാക്ഷികളുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന മണ്ണിലേക്ക് VS വളരെ വൈകാതെ മടങ്ങും. അതിനു മുമ്പ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട്. വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നുമൊക്കെ എത്തി അവിടെ റിക്രിയേഷൻ ഗ്രൗണ്ടിലെത്തി VS-നെ കാണാൻ ഇപ്പോൾ തന്നെ ഗ്രൗണ്ടിനകത്തും പുറത്തും വരിവരിയായി നിൽക്കുന്ന ആയിരങ്ങളോ പതിനായിരങ്ങളോ ഉണ്ട്. അവർക്ക് കൂടി VS-നെ കാണേണ്ടതുണ്ട്. അവരുടെ അന്ത്യാഭിവാദ്യങ്ങൾ കൂടി VS-ന് ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അത് കഴിഞ്ഞായിരിക്കും അവിടെ നിന്ന് VS മടങ്ങുക. ഇനി ഓർമ്മകളിലാണ് VS ഇങ്ങനെ ജ്വലിക്കുന്ന വിപ്ലവ നക്ഷത്രമായി ജീവിക്കുന്നത്. ഇത് ഒരു പക്ഷേ കേരളത്തിൽ എത്ര നേതാക്കൾക്ക് ഇതിന് സമാനമായ ഒരു അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിയില്ല. കാരണം VS അതിന് പല പല കാരണങ്ങളുണ്ട് സ്മിത. VS തുടങ്ങി വെച്ച പോരാട്ടങ്ങളൊക്കെ അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആ പോരാട്ടങ്ങളുടെ നെടുനായകത്വം അദ്ദേഹം തന്നെ നേരിട്ട് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തുടങ്ങി വെച്ച പോരാട്ടങ്ങൾ അധികാരത്തിലെത്തിയപ്പോൾ അതിന് നിയമ പ്രാബല്യം അല്ലെങ്കിൽ നിയമ സാധുത ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. നെൽവയൽ തണ്ണീർത്തട നിയമമൊക്കെ നമ്മളുടെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വെട്ടിനിരത്തൽ എന്ന് ആക്ഷേപിച്ചും ഒക്കെ പരിഹസിച്ചുമൊക്കെ തള്ളിയ ചില സമരങ്ങൾ ഉണ്ടായിരുന്നു. ആ സമരങ്ങളാണ് ഈ പറയുന്ന കേരളത്തിൽ അവശേഷിക്കുന്ന നെൽവയലിനെയും തണ്ണീർത്തടത്തെയും നിലനിർത്തിയത്. അതിന് നിയമപരിരക്ഷ കൊണ്ടുവരാൻ 2008 അദ്ദേഹം നിയമം കൊണ്ടുവന്നു എന്ന് നമുക്കറിയാം. ഇന്നലെ സുരേഷ് കുമാർ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്യത്ത് തന്നെ ലോട്ടറി, ഓൺലൈൻ ചൂതാട്ട ലോട്ടറികൾ ജീവനെടുക്കുന്ന, അതിനഡിക്റ്റായ മനുഷ്യർ ജീവനൊടുക്കുന്ന, അവരുടെ പണം ഈ ലോട്ടറി മാഫിയകൾ പിടുങ്ങിയ കാലത്ത് അതിനെതിരെ VS നടത്തിയ പോരാട്ടം, നിയമപരമായ പോരാട്ടം കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഓൺലൈൻ ലോട്ടറികൾ ഇപ്പോൾ ഇല്ലാതായി. അപ്പോൾ ആ പോരാട്ടം അങ്ങനെ ഫലം കണ്ടതിൻ്റെ കഥ, ആ പോരാട്ടത്തോടൊപ്പം VS-നോടൊപ്പം ഉണ്ടായിരുന്ന സുരേഷ് കുമാർ ഇന്നലെ അത് ഓർമ്മിക്കുകയായിരുന്നു നമ്മളോട് സംസാരിച്ചപ്പോൾ. അങ്ങനെ VS നടത്തിയ ഇത്തരം ഐതിഹാസിക പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിൽ ഒന്നും അദ്ദേഹം ഒരു ഇഞ്ച് പോലും വെള്ളം ചേർത്തിട്ടില്ല. ആ പോരാട്ടം അത് ജയിക്കുമോ തോക്കുമോ എന്നും ആലോചിച്ചിട്ടില്ല. MN വിജയൻ മാഷ് VS-നെ പറ്റി പറഞ്ഞത് പരാജയം ഭക്ഷിച്ച നേതാവ് എന്നാണ്. കാരണം VS-ന്റെ പോരാട്ടങ്ങളെല്ലാം ജയിക്കുന്നതായിരുന്നില്ല. ചില പോരാട്ടങ്ങൾ തോക്കുമെന്ന് അറിഞ്ഞിട്ടും VS പോരാടാൻ ഇറങ്ങുകയും ചെയ്തു. തോറ്റവർക്ക് വേണ്ടി കൂടി പോരാടണം എന്നതുകൊണ്ട് അവരുടെ കൂടി നേതാവായി VS അങ്ങനെ മാറി എന്നാണ് MN വിജയൻ മാഷ് പിന്നീട് അതിനെപ്പറ്റി ഒരു വരിയുടെ വിശദീകരണമായി എഴുതുകയും ചെയ്തത്. അങ്ങനെ പരാജയം ഭക്ഷിച്ച് ജീവിച്ചു എന്നത് VS-നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത കൂട്ടിയതാണ്. പരാജയപ്പെട്ടവർക്ക് മുന്നിൽ നിന്ന് അവരെ നയിക്കാനും അവർക്ക് വേണ്ടി പോരാടാനും ഒരു VS ഉണ്ടായിരുന്നു എന്നതാണ് ഈ ആൾക്കൂട്ടമാകെ വിളിച്ചു പറയുന്നത്. ഇപ്പോൾ പ്ലാച്ചിമടയിലും മതികെട്ടാനിലും പൂയംകുട്ടിയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ആ പോരാട്ട വീര്യം. അതുപോലെ സ്ത്രീ പീഡകരെ കയ്യാമം വെച്ച് നടത്തിക്കും എന്ന VS-ന്റെ പ്രഖ്യാപനം, ആ വിഷയങ്ങളിൽ ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തിരുന്നപ്പോഴും അദ്ദേഹം നടത്തിയ വലിയ ഐതിഹാസികമായ ഇടപെടലുകൾ, കേരളത്തിലെ പരിസ്ഥിതി പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി VS മാറിയത്, ഭൂമിയും പരിസ്ഥിതിയും ഒക്കെ നമ്മളുടെ വിഷയങ്ങളാണ് എന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ VS തന്നെയായിരുന്നു. മൂന്നാറിലും മതികെട്ടാനിലും പൂയംകുട്ടിയിലും
ഒക്കെ നമ്മൾ അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര ഭൂസമരങ്ങൾ, പരിസ്ഥിതി സമരങ്ങൾക്ക് VS മുന്നിട്ടിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. സഭാതലം VSനെ സംബന്ധിച്ച് പോരാട്ടത്തിൻ്റെ മറ്റൊരു ഭൂമിയായിരുന്നു. എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടി തുടർച്ചയായി ശബ്ദിച്ചുകൊണ്ടിരുന്നത് VS തന്നെയാണ്. പ്ലാച്ചിമടയിലെ ജലചൂഷണത്തിനെതിരെ VS ചൂണ്ടിയ വിരൽ തുമ്പിലായിരുന്നു പിന്നീട് കേരളം ആ സമരം ഏറ്റെടുത്തത്. ഇത്തരം സമര പോരാട്ടങ്ങളിലൂടെയാണ് VS എന്ന രാഷ്ട്രീയ വ്യക്തിത്വം കേരളത്തിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തത്. നമ്മളെ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെപ്പറ്റി, അതിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അതിന് പരിഹാരം കാണുകയും ചെയ്യേണ്ടതിൻ്റെ സവിശേഷമായ പ്രാധാന്യത്തെപ്പറ്റി ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ, വികസനത്തിൻ്റെ ഇരകളാക്കപ്പെട്ടവർ, ഇപ്പോൾ എൻഡോസൾഫാനൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ പറയാം. പ്ലാച്ചിമട യഥാർത്ഥത്തിൽ അങ്ങനെ വികസനത്തിൻ്റെ ഇരകളാക്കപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുണ്ടാവുക, അത് ഏറ്റെടുത്ത് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ജനക്കൂട്ടത്തെ ഒപ്പം നിർത്തുക, അതൊക്കെ VS വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടകളിൽ ഉൾപ്പെടുത്തുകയും അത് CPMൻ്റെ രാഷ്ട്രീയ അജണ്ടയായിരുന്നോ എന്നൊന്നും അദ്ദേഹം നോക്കിയിരുന്നില്ല. അതിന് പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരുന്നോ എന്നും പാർട്ടി അതിൻ്റെ കൂടെ ഉണ്ടോ എന്നൊന്നും VS ആലോചിച്ചതേയില്ല ഒരു ഘട്ടത്തിൽ പോലും. VS എപ്പോഴും അദ്ദേഹത്തിൻ്റെ യുക്തിക്ക് നിരക്കുന്ന, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരുന്ന, അതിന് യോജിക്കുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയാൽ അതിൽ കാറ്റുപിടിക്കാത്ത ആത്മാർത്ഥതയോടെ VS അതിൽ 100% അങ്ങനെ ഉറച്ചു നിൽക്കുമായിരുന്നു. അതാണ് നമ്മൾ മൂന്നാറിലും മതികെട്ടാനിലും പ്ലാച്ചിമടയിലും പൂയംകുട്ടിയിലും എൻഡോസൾഫാനിലും ലോട്ടറിയിലും ഒക്കെ നമ്മൾ കണ്ടത്. ഐസ്ക്രീം പാർലർ കേസിലൊക്കെ നമ്മളത് കണ്ടതാണ്. എത്രയോ കാലം നീണ്ട നിയമ പോരാട്ടം അദ്ദേഹം ആ വിഷയങ്ങളിലൊക്കെ നടത്തിയതാണ്. അത്തരം പോരാട്ടങ്ങളാണ് VS എന്ന ഈ രണ്ടക്ഷരം കേരളത്തിൻ്റെ മനസാക്ഷിയുടെ ശബ്ദമായി മാറുകയും കേരളത്തിൻ്റെ അനീതിക്കും അധാർമികതയ്ക്കുമെതിരെ ഉയർന്നു വരുന്ന ആ രണ്ടക്ഷരമായി മാറുകയും ഒക്കെ ചെയ്തത് അതുതന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ, ആ പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസാക്ഷിയുടെ രണ്ടക്ഷരമായി VS ഈ കാലങ്ങളിൽ, ഈ പറയുന്ന പതിറ്റാണ്ടുകളിൽ മാറിയത് നമ്മൾ കണ്ടതാണ്. അതെങ്ങനെയാണ് കേരളത്തിലെ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം അംഗീകരിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന വലിയ ആൾക്കൂട്ടം. സ്മിത, നമുക്കറിയാം VS കഴിഞ്ഞ കുറച്ച് വർഷമായി, 5-8 വർഷമായി അദ്ദേഹം ഏറെക്കുറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് കുറച്ച് നാൾ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ആ നിലയിൽ സജീവമായ കർമ്മമേഖലയിൽ നിന്ന് കുറച്ച് പിൻവാങ്ങി നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, ഇപ്പോൾ ഒരു 10-15 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു 15 വയസ്സുള്ള കൗമാരക്കാരൻ VSനെ കാണാനെത്തി മൈക്ക് നീട്ടിയപ്പോൾ VSനെ പറ്റി പറഞ്ഞ വാചകങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ അവരുടെ അറിവുകളിൽ പോലും VS എന്നത് ഒരു പോരാളിയാണ് എന്നവർക്ക് അറിയാം. അപ്പോൾ അവർ VSനെ പറ്റി പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയവരാണ് ഈ പുതിയ തലമുറ. അപ്പോൾ അങ്ങനെ VSനെ പറ്റി പഠിച്ചും അറിഞ്ഞും വന്നവരുൾപ്പെടെ ഇത്തരമൊരു നേതാവ് അവരുടെ കൂടെ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു, നമ്മളുടെ മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ആ നേതാവിനോട് കടപ്പെട്ടവരാണ് ഈ തലമുറയിൽ എന്നൊക്കെ തോന്നി അദ്ദേഹത്തെ അവസാനം ഈ കാണാൻ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നവർ. ഇപ്പോൾ കണിയാപുരത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചെറുപ്പക്കാരുടെ നീണ്ട നിര, എനിക്ക് തോന്നുന്നു കണിയാപുരത്ത് 2-3 കിലോമീറ്റർ ദൂരത്തോളം റോഡിൻ്റെ ഇരുവശത്തും ചെറുപ്പക്കാരാണെന്ന്. അവർ CPMൻ്റെ DYFIയുടെ SFIയുടെ പ്രവർത്തകരൊന്നും ആകണമെന്നില്ല, ചെറുപ്പക്കാരിങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പലരും VSനെ പറ്റി പാട്ട് ചിട്ടപ്പെടുത്തിയ ഒരാൾ നമ്മൾ ദർബാർ ഹാളിൽ കണ്ടു. അയാൾ ആമുഖമായി പറഞ്ഞത് ഞാൻ CPMകാരനല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. അപ്പം CPMകാരനാണോ അല്ലയോ എന്നതല്ല പ്രശ്നം. പക്ഷേ VSൻ്റെ നിലപാടുകളോട് വലിയ സ്വീകാര്യത അല്ലെങ്കിൽ അതിനോട് വലിയ സമരസപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അവർ ചിത്രം വരച്ച് VSനോട് സമരസപ്പെട്ടു, പാട്ട് എഴുതിയും പാട്ട് ചിട്ടപ്പെടുത്തിയും ഒക്കെ VSനൊപ്പം നിന്നു. അങ്ങനെ അത്തരം കാഴ്ചകളൊക്കെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അതൊന്നും ചെറുതല്ല. അതൊക്കെ ഒരു നേതാവ് ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ നേർസാക്ഷ്യമാവുകയായിരുന്നു. അതുതന്നെയാണ് ഈ പറയുന്ന CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നമ്മൾ നിൽക്കുമ്പോഴും ഇപ്പോഴും കാണുന്നത്. ഇങ്ങനെ ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അധിക സമയം VSന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടാവില്ല. ഇവിടുന്ന് VSന് മടങ്ങേണ്ട സമയം അതിക്രമിച്ചു എന്ന് ഇവിടെ ജില്ലാ കമ്മിറ്റിയുടെ ചുമതലയുള്ളവർ, ജില്ലാ സെക്രട്ടറിയും ഒക്കെ പറയുന്നുണ്ട്. മന്ത്രി സജി ചെറിയാനൊക്കെ അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ കാണാനുള്ളവർക്ക് കാണാൻ അവസരമുണ്ട്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അശ്വിൻ പാലാഴിയുടെ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ കാണും എന്ന് ഞാൻ കരുതുന്ന ആ ഗേറ്റിൻ്റെയൊക്കെ ആ റോഡും ഒക്കെ കടന്നിങ്ങനെ കുടകൾ മാത്രം നിൽക്കുന്നു. കനത്ത മഴ പെയ്യുന്നുണ്ട്. കുടകളുടെ തലപ്പാവ് അല്ലെങ്കിൽ കുടകളുടെ മുഖപ്പാവ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനൊക്കെ ഒരു കുടയുടെ കീഴിൽ 4-5 ആളുകൾ കഷ്ടിച്ച്
പ്രത്യേകിച്ച് നനയാതെ നിൽക്കുകയാണ്. അവരൊക്കെ വി എസിനെ കാണാൻ വേണ്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരികയാണ്. വേഗം 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 എന്ന് ഇവിടെ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല സ്മിത ഫലം കാണുമെന്ന്.